നമസ്കാരം. കേരള കുരുക്ഷേത്രം പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും വീറുറ്റ പോരാട്ടം നടക്കുന്ന എണ്ണപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് പൂഞ്ഞാർ. UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പൂഞ്ഞാർ. പക്ഷേ PC ജോർജ് MLA സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രനായി മത്സരരംഗത്തേക്ക് വരുന്നതോടെ പൂഞ്ഞാറിൻ്റെ രാഷ്ട്രീയ ഘടന കൂടുതൽ സങ്കീർണമാവുകയാണ്. ഏറ്റവും വ്യത്യസ്തമായ, ഏറ്റവും ശ്രദ്ധേയമായ ചതുഷ്കോണ മത്സരം നടക്കുന്നു എന്നതാണ് പൂഞ്ഞാറിനെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത്. ചർച്ച തുടങ്ങുമ്പോൾ നിലപാടുകൾ വിശദീകരിക്കാൻ, ഒപ്പം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ PC ജോർജിനെ പ്രതികരിച്ച ശ്രീ സക്കീർ ഹുസൈൻ, ശ്രീ P ഷാനവാസ് CPIM ജില്ലാ സെക്രട്ടറി അംഗം, ശ്രീ ഉല്ലാസ് NDAയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, ശ്രീ ജോർജ് കുട്ടി അഗസ്തി UDFിൻ്റെ സ്ഥാനാർത്ഥിയെ വളരെ വേഗം ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ സക്കീർ ഹുസൈൻ, UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പൂഞ്ഞാർ. PC ജോർജ് അവിടെ ഏറെ ജനബന്ധമുണ്ടാക്കിയ നേതാവാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ അംഗീകാരവും അക്സെപ്റ്റൻസും ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. പക്ഷേ അദ്ദേഹം UDF വിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേബൽ നഷ്ടമായിരിക്കുകയാണ്. ഇപ്പോൾ വ്യക്തിപരമായി ഉണ്ടാക്കിയ ബന്ധം മാത്രമേ കൈമുതലായുള്ളൂ. ആ നിലയ്ക്ക് വിജയം നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? നിങ്ങളുടെ ആത്മവിശ്വാസം എന്താണ്? അപ്പോൾ സിറ്റിംഗ് സീറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല. ഇന്ന് ആ സിറ്റിംഗ് സീറ്റ് ആര് അതിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇപ്പോൾ പ്രാധാന്യം. ഈ സിറ്റിംഗ് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സിറ്റിംഗ് MLA ആയ PC ജോർജിനുള്ള പ്രസക്തിയും പ്രാധാന്യവും ആർക്കും ഏത് മുന്നണിയിൽ മത്സരിച്ചാലും ലഭ്യമാകില്ല. അത് PC ജോർജിന്റെ വ്യക്തിത്വത്തിന് കിട്ടുന്ന അംഗീകാരമാണ് ഈ സിറ്റിംഗ് സീറ്റിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാകുന്നത്. ശ്രീ ഷാനവാസ്, PC ജോർജിന് LDF ഒരു ഇടം നൽകുമെന്ന് പൊതുവേ കരുതപ്പെട്ടിരുന്നു. ആ നിലയിലായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ മുഴുവൻ. പക്ഷേ അവസാനം വന്നപ്പോൾ ജോർജിനെ ഒപ്പം കൂട്ടേണ്ടതില്ല ഔദ്യോഗികമായി എന്ന് CPIMൻ്റെ സംസ്ഥാന നേതൃത്വം, LDF നേതൃത്വം തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് PC ജോർജിനോട് സഹകരിച്ചുകൊണ്ടല്ല പോവേണ്ടത്, നമുക്കവിടെ വേറെ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പിണറായി വിജയന് പറയേണ്ടി വന്നു. ആ നിലയിലാണ് PC ജോർജ് എല്ലാ മേഖലകളിലും ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട് അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും PC ജോർജിനോട് അനുഭവമുള്ളവരാണ് നിങ്ങളുടെ വോട്ടർമാരിൽ ഒരു നല്ല ശതമാനം ആളുകളെന്ന ഭീതിയുണ്ടോ? ഈ നിയോജക മണ്ഡലത്തിൽ വ്യക്തികൾക്കപ്പുറം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് കർഷക ട്രേഡ് യൂണിയൻ മേഖലയാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസക്തി അറിയണമെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി PC ജോർജ് മത്സരിച്ചു. PC ജോർജിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന അൽഫോൻസ് കണ്ണന്താനം തെരഞ്ഞെടുപ്പിന് 19 ദിവസം മുമ്പ് വിസമ്മതം അറിയിച്ച് മാറി നിൽക്കുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് മണ്ഡലത്തിൽ വേണ്ടത്ര പരിചിതനല്ലായിരുന്നു. ആ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ 44,000 ശിഷ്ടം വോട്ടാണ്. UDFിൽ ലീഗും കേരള കോൺഗ്രസും കൂടി ചേർന്നിട്ട് ലീഗിന് കിട്ടിയത് 59,000 വോട്ടാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ആ 59,000 UDFിൻ്റെ വോട്ട് 43,000 കുറച്ചു കൊണ്ടുവന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തികൾക്കപ്പുറം അടിത്തറയുള്ളതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ കൃത്യമായി ചെയ്യിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സഹകരിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് PC ജോർജ് LDFിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. സീറ്റ് ധാരണ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി CPMൻ്റെ കാഞ്ഞിരപ്പള്ളി ഓഫീസിൽ വന്ന് സിറ്റിംഗ് MLA എന്ന വാദം ഉയർത്തി ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ജോർജിനോട് പറഞ്ഞതാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ഇട്ടുവരുന്ന ആളുകളുമായും BJPയും UDFും ഒഴികെ കേരളത്തിൽ ആരുമായി നീക്കുപോക്കുണ്ടാക്കാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നീക്കുപോക്കാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ജോർജിന് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ പ്രയോജനമുണ്ടായിട്ടുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജോർജിനോട് കൂടി മത്സരിച്ച പഞ്ചായത്തുകളിലും ജോർജ് ഇല്ലാതെ മത്സരിച്ച എരുമേലി പഞ്ചായത്തിലും കോരൂത്തോട് പഞ്ചായത്തിലും ഒക്കെ വിജയം നേടിയിട്ടുണ്ട്. മറ്റേ ചിന്തകളൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയുള്ള ജോർജിൻ്റെ ചിന്തകളാണ്. അത് ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രഭുത്വമുള്ള ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വോട്ട് പോലും ജോർജിന് കിട്ടുകയില്ല എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. ഉല്ലാസ് ഇക്കാര്യത്തിൽ കണക്കുകൾ നിരത്തുകയാണ് ശ്രീ ഷാനവാസ് അടക്കമുള്ള ആളുകൾ. PC ജോർജിന് വ്യക്തിപരമായി മണ്ഡലത്തിലുള്ള ബന്ധം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. UDFിനും അവർക്ക് അനുഭാവമുള്ള മണ്ഡലമെന്ന നിലയ്ക്ക് പരമാവധി ആഞ്ഞു പിടിച്ചാൽ വേണമെങ്കിൽ വിജയം ഉറപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? 27 വർഷം MLA ആയിരുന്ന ശ്രീമാൻ PC ജോർജ് ഈ മണ്ഡലത്തിൽ പറയത്തക്ക രീതിയിലേക്കുള്ള വലിയ മാറ്റങ്ങളൊന്നും വികസനമൊന്നും വരുത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഈ മണ്ഡലം റബ്ബർ കർഷകരുടെ നാടാണ്. റബ്ബറിന് വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുൻതൂക്കം കൊടുക്കുകയും ടൂറിസത്തിന് മുൻതൂക്കം കൊടുക്കുകയും ഇവിടെ പൊതു ശ്മശാനം ഉൾപ്പെടെ കുടിവെള്ളത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക, ഇവിടെ മാറ്റങ്ങൾ വരുത്തുക,
സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ ചെയ്യുക, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും കുടിവെള്ളം എന്ന ലക്ഷ്യമാണ്, ആ വികസന മുന്നേറ്റമാണ് NDA മുന്നോട്ട് വെക്കുന്നത്. ആയതിനാൽ ഒരു മാറ്റത്തിന് വേണ്ടി ഈ വികസനത്തിൽ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് NDA വിജയിച്ചു വരും എന്ന 100% ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക്. മുഹമ്മദ് സക്കീർ, ഇക്കാര്യത്തിൽ ഞാൻ ആ കാര്യത്തിൽ താങ്കൾക്ക് തിരുത്താനുള്ള അവസരം തരാം. ഒന്ന്, LDFിൻ്റെ സ്ഥാനാർത്ഥിയായി LDFിൻ്റെ പാനലിൽ PC ജോർജ് വരുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ടായിരുന്നു. അവസാനം പക്ഷേ PC ജോർജിന് അവസരം കിട്ടിയില്ല. അപ്പോൾ PC ജോർജിനെ വഞ്ചിച്ചു എന്നാണ് അദ്ദേഹവും അടുപ്പക്കാരും പറയുന്നത്. ആ സെൻറ്റിമെൻറ്റ്സ് ഇടതു കോട്ടകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? ഒന്ന്. മറ്റൊന്ന് വികസനവുമായി ബന്ധപ്പെട്ടതാണ്. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളടക്കം പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസമാണ് PC ജോർജ് കേരള കോൺഗ്രസ് വിട്ടത്. അതിന് മുൻപ് അദ്ദേഹം അധികാരത്തിൻ്റെ ഭാഗമായിരുന്നു. അധ്വാനവർഗ സിദ്ധാന്തമുണ്ടാക്കിയ KM മാണിയുടെ പാർട്ടിയിലായിരുന്നു. അപ്പോഴൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത പരിഹാരം ഇപ്പോൾ പുറത്തിറങ്ങി വന്ന് വിമർശിക്കുന്നതിലെ ന്യായം എന്താണെന്നത് കൂടി ചോദ്യമാണ്. ഞങ്ങൾ ആരുടെയും സെന്റിമെന്റ്സും ആരുടെയും വികാരങ്ങളും മുതലാക്കാൻ വേണ്ടിയല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ PC ജോർജ് കഴിഞ്ഞ 1.5 വർഷക്കാലമായി കേരളത്തിലെ മുന്നണി ഭരണത്തിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരായി അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ബാർക്കോഴ വിഷയത്തിലും സരിത പ്രശ്നത്തിലും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തമായ കാഴ്ചപ്പാടുകളോട് നിലപാടുകൾ സ്വീകരിക്കുകയും അതോടൊപ്പം ഇവിടുത്തെ മലയോര കർഷകൻ്റെ ദുരിതപൂർണമായ സ്ഥിതിവിശേഷത്തിന് പരിഹാരം കാണുന്നതിൽ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി സമ്പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ ത്യജിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്നും പുറത്തു വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹയാത്രികനായി പ്രവർത്തിച്ച വ്യക്തിയാണ് സി ജോർജ് കുട്ടി അഗസ്തി. ഇവിടെ PC ജോർജ് വീണ്ടും മത്സരത്തിന് വരുന്നത് വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു മിനിറ്റ്, വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ്. ഇത് കേവലം UDF മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് PC ജോർജ് എന്ന വ്യക്തി ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്പേസ് എന്താണോ അതിൻ്റെ ഗുണഫലമാണ് ഇതുവരെ കിട്ടിപ്പോന്നിരുന്നത്. അതുകൊണ്ട് ഇത്തവണ ജോർജ് മാറുന്നതോടെ മണ്ഡലം UDFിൽ നിന്ന് എന്നേക്കുമായി പോകുമെന്ന് പറയുന്നു അവർ. താങ്കൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിൽ മത്സരം നടക്കുന്നു. കേരളത്തിൻ്റെ പാരമ്പര്യം അതാണ്. ഒപ്പം പ്രബലമായിട്ട് NDA സഖ്യം വേറെ രീതിയിൽ മത്സരിക്കുന്നു. ഇവിടെ വിവാദങ്ങളിൽ കുടുങ്ങി നഷ്ടപ്പെട്ടു പോയ പൂഞ്ഞാറിൻ്റെ വികസനം, അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. രണ്ട് മുന്നണികളിൽ മാറി മാറി ഇരുന്നിട്ടും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ തകർന്നുപോയി. പൂഞ്ഞാർ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് പൂഞ്ഞാർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ചില വ്യക്തികളെ ഓർക്കുന്നു. അത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിന് അപമാനകരമാകുന്നു. അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ചർച്ചയല്ല ഇവിടെ വേണ്ടത്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ അത്ഭുതകരമായ വികസനം കരുതൽ എല്ലാവർക്കും അറിയാം. കേരളം കണ്ട ഏറ്റവും വലിയ വികസന പ്രക്രിയ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടന്നു. അതിനെ ചൊല്ലിയാണ് ഐക്യജനാധിപത്യത്തിന് വോട്ട് ചോദിക്കുന്നത്. കരുതൽ നമുക്കറിയാമല്ലോ. ആർക്കും വേണ്ടാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, തകർന്നവർക്ക് വേണ്ടി നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ. സാന്തിയാഗോ മാർട്ടിൻ അടിച്ചുകൊണ്ട് പോയ കോടിക്കണക്കിന് രൂപ, അതിനൊരു മാറ്റം വന്നു. ലോട്ടറി ജനകീയമായി. അതുവഴി ഉണ്ടായ 1500 കോടി രൂപയുടെ കർമ്മപരിപാടികളാണ്, ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാരുണ്യ പദ്ധതിയുടെ മാത്രം നടപ്പാക്കാൻ പറ്റിയത്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ. അപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസനമാണ്. തീർച്ചയായും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണം എന്ന് താങ്കൾ പറയുമ്പോൾ ഇത് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാഗധേയം ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. കേവലമായൊരു മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളിൽ മാത്രം ഒതുക്കേണ്ടതില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം എന്തായിരുന്നു എന്നതുകൂടി ജനം പരിശോധിക്കും. വികസനം വന്നിട്ടുണ്ട് എന്നതിൽ കുറേയൊക്കെ സത്യമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇവിടെ മത്സരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ നേതാവ് അടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ കൂടി ജനം ചർച്ചയ്ക്ക് വെക്കില്ലേ? രണ്ടും ജനം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുന്നുണ്ട്. 8 ബാറുകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തി, ഒരു ബാർ ഉടമ ഉന്നയിക്കുന്നതാണോ നല്ലത്? 50 വർഷം ജനാധിപത്യത്തിൽ പ്രവർത്തിച്ച, സ്ഥിരമായി വിജയിച്ചു വരുന്ന ജനകീയ നേതാവിൻ്റെ സ്വഭാവത്തെ ജനമാണ് വിലയിരുത്താൻ പോകുന്നത്. അപ്പം നഷ്ടപ്പെടുന്നവർക്ക് താല്പര്യങ്ങളുണ്ട്, മാഫിയകളുണ്ട്, താല്പര്യങ്ങളുണ്ട്. ഓരോ ഗവൺമെൻറ്റിനെയും ഹൈജാക്ക് ചെയ്യാൻ, ഓരോ ഭരണത്തെയും അട്ടിമറിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുടെ ശബ്ദമാണോ ജനങ്ങൾ കേൾക്കുന്നത്? അതോ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനനേതാക്കന്മാരുടെ? എൻ്റെ സാമാന്യമായ സംശയം, അക്കാര്യത്തിൽ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് എന്തായിരുന്നു? ഞങ്ങൾക്ക് പോലീസില്ലല്ലോ, അന്വേഷിക്കുന്നത് വേറെ സർക്കാരിന്റെ പോലീസ്. എന്തോ നിങ്ങളുടെ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും. ഞങ്ങളുടെ സർക്കാർ അല്ല, പറയാം, അത് പറയരുത്. ഒരു മാധ്യമ പ്രവർത്തനം അങ്ങ് പറയേണ്ട നിങ്ങളുടെ പോലീസ്, നമ്മുടെ പോലീസ്. ഇതൊന്നും പറയാനുള്ള അവകാശമില്ല. ജോർജ് കുട്ടി ഈ പാർട്ടിയിലൊന്നും ഈ അടുത്ത നാൾ വരെ ഇല്ലായിരുന്നു. ജോർജ് കുട്ടി മദ്യം വിഷമാണ്, രാഷ്ട്രീയം സാത്താന്റെ വചനമാണെന്നൊക്കെ പറഞ്ഞ് നടക്കായിരുന്നു 10 വർഷം. അതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ കഥകളൊക്കെ പറഞ്ഞാൽ കൊള്ളാം. വികസനത്തിന്റെ കാര്യം ശരിയാ. ജോർജ് കുട്ടിയുടെ കൺമുമ്പിൽ കൂടിയുള്ള വികസനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ES അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് തോമസ് ഐസക്കിന്റെ ധനകാര്യമന്ത്രി കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്.
കാഞ്ഞിരപ്പള്ളി താലൂക്ക് എടുത്തു നോക്കിയ കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷൻ, മുണ്ടക്കയം ആശുപത്രി, മുണ്ടക്കയം ബൈപ്പാസ്, പശ്ചിമ റോഡ്, കുഴിമാവ് റോഡ്, ഇതെല്ലാം അതുപോലെ എരുമേലി പമ്പാവാലി ഹെവി ടാറിംഗ്, പമ്പാവാലി പാലം, ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാനത്തെ 2 ബഡ്ജറ്റുകളിൽ പണം അനുവദിച്ച് ഇത് പൂർത്തീകരിച്ചപ്പോൾ ഇവിടെ UDF ഉദ്ഘാടനം ചെയ്യാൻ വന്നു. എനിക്ക് ചോദിക്കാനുള്ളത് PC ജോർജ് സാറിന്റെ റെപ്രസെന്റേറ്റീവിനോടാണ്. ഞാനും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, PC ജോർജ് സാറും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇവിടെ നാം കാണുന്നത് ഇലക്ഷൻ പ്രചരണത്തിൽ മുഖ്യധാര മുന്നണികളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇലക്ഷൻ പ്രചരണം PC ജോർജ് സാർ നടത്തുന്നത്. എങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നാട് നീളെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളൊക്കെ തുടങ്ങാൻ കഴിയുന്നു? ഇതാണോ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം? പൈസ എവിടെ നിന്നാണ്? മുഹമ്മദ് സക്കീർ ഇതിനുള്ള പൈസ എവിടെ നിന്നാണ്? അത് മാത്രം പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കുക, പ്രിയപ്പെട്ട സഹോദരിയുടെ പിതാവ് 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അരുവിത്രപ്പള്ളി ഇടവകയുടെ. അത് കളയാം, നമുക്ക് ഇതിന് ഉത്തരം പറയാം. ജോർജ് സാറോ നമ്മുടെ മുണ്ടക്കയത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. മുണ്ടക്കയത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. പൈസ എവിടെ നിന്നാണ്? പൈസ എവിടെ നിന്നാണ്? 36 വർഷക്കാലമായി 16 വയസ്സുള്ളപ്പോൾ മുതൽ നടത്തിയ പൊതുപ്രവർത്തനത്തിന് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നൽകുന്ന സംഭാവന മേടിച്ചുകൊണ്ടാണ് PC ജോർജ് പൊതുപ്രവർത്തനം. 4.5 വർഷം ചീഫ് വിപ്പ് ആയിട്ട് ഇരുന്നിട്ടാണ് 1/2 വർഷം കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോഴാണ് MLA സ്ഥാനം രാജിവെച്ചതും. എന്തുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഇതുവരെ ഒരു ഡോക്ടറെ പോലും ഉച്ച കഴിഞ്ഞ് നിയമിക്കാൻ സാധിച്ചില്ല? ഒരു കാര്യം കൂടെ, ഇവിടെ കുടിവെള്ള പദ്ധതി അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. മുണ്ടക്കയം കോരത്തോട് മേഖലയിലാകെ കുടിവെള്ള പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ, ചകിരിമേട് കുടിവെള്ള പദ്ധതി അടക്കം കണ്ണന്താനം കൊണ്ടുവന്ന പദ്ധതി ഉണ്ടായിരുന്നു. 1 കോടി രൂപ അധികം അതിന് TS-ഉം AS-ഉം കിട്ടിയ സാധനമാണ്. അതെന്ത് എവിടെ പോയി? PC ജോർജ് ഇതിന് മറുപടി പറയണം. ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പുതുതായി ചേർക്കപ്പെട്ട കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ഭാഗങ്ങളായ മുണ്ടക്കയം, എരുമേലി, പാറത്തോട്, കോരത്തോട് ഈ 4 പഞ്ചായത്തുകൾ അതിന്റെ ചരിത്രത്തിലില്ലാത്ത വികസനത്തിനാണ് കഴിഞ്ഞ 4 വർഷക്കാലം സാക്ഷ്യം വഹിച്ചത്. ആശുപത്രിയിലെ ഡോക്ടർ എവിടെ? ആശുപത്രിയിലെ ഡോക്ടർ ആശുപത്രി താലൂക്ക് ആശുപത്രി ഉയർത്തിക്കൊണ്ട് 6.25 കോടി രൂപ മുടക്കി മുണ്ടക്കയം ആശുപത്രിക്ക് ബിൽഡിംഗ് നിർമ്മിച്ച് ആവശ്യത്തിന് ഡോക്ടർമാരെ അനുവദിപ്പിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉത്തരം കേൾക്കാൻ കഴിയില്ലെങ്കിൽ ചോദ്യം ചോദിക്കരുത്. ഉത്തരം കേൾക്കാൻ കഴിയില്ലെങ്കിൽ ചോദ്യം ചോദിക്കണ്ട. അഴിമതി വിരുദ്ധൻ എന്ന് പറയുന്ന ഈ PC ജോർജിനെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 25,000 രൂപ ഒരു ടീച്ചർ നിയമനത്തിന് കൈക്കൂലി വാങ്ങിയതിന് നിയമസഭാ സമിതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ കേസ് വന്ന് അതിന് ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ് PC ജോർജ്. ഇപ്പോഴും ഈ 25 വർഷം മുമ്പുള്ള 25,000 നിൽക്കുകയാണ്. കോടികളുടെ അഴിമതി നടത്തിയ കേസിലും മറ്റു കേസുകളിലും കോടികളുടെ അഴിമതി നടത്തിയ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ 25 വർഷങ്ങൾക്ക് മുമ്പ് 25,000 രൂപയുടെ ഏതോ ഒരു സ്ത്രീക്ക് ജോലി വാങ്ങിച്ചതിന് ഏതോ മാനേജ്മെന്റ് കൈക്കൂലി വാങ്ങിച്ചതിനെ പറ്റി 25,000 രൂപയെ പറ്റി പറയാൻ നാണമില്ലേ? ഈ അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിരിക്കുന്ന KM മാണി സാറിന്റെ കാനഡയായി മത്സരിക്കാൻ താങ്കൾക്ക് എന്ത് യോഗ്യതയാണ്, ധാർമ്മികമായ ഉത്തരവാദിത്തം എന്താണെന്ന്? ഇക്കാലം അത്രയും അഴിമതിക്കെതിരെ നിലപാടെടുത്ത താങ്കൾ ഇപ്പോൾ KM മാണി ഇവിടെ പാനലിൽ. KM മാണി അഴിമതിക്കാരനാണെന്ന് വിധിയെഴുതേണ്ടത് കോടതിയാണ്. ഒരു കോടതിയും KM മാണിയെ അഴിമതിക്കാരനായി ശിക്ഷിച്ചിട്ടില്ല. ആരോപണം ഉന്നയിക്കുക എല്ലാവരുടെയും ആരോപണം ഉന്നയിക്കുക എല്ലാവരുടെയും അവകാശമാണ്. പക്ഷേ തെളിയിക്കപ്പെടേണ്ടത് കോടതിയാണ്. കോടതി പരാമർശങ്ങൾ പറഞ്ഞു എന്ന അധികാരി ആരും അഴിമതിക്കാരനാകുന്നില്ല. വീണ്ടും 10 വർഷം ജോർജ് കുട്ടി അഗസ്തി വെറും ആത്മീയതയുടെ അകത്തളങ്ങളിൽ പമ്മിയിരിക്കുകയായിരുന്നില്ല. എന്തൊക്കെയൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടും മാത്രമല്ല, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. ആ അവസ്ഥകളിൽ നിന്നുകൊണ്ട്
ഞാൻ കടന്നുപോയ വഴികൾ എന്താണെന്ന് ഇവിടെയുള്ള ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അറിയാം. ഇദ്ദേഹം NDA PC തോമസിന്റെ കൂടെ ഇടക്കാലത്ത് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നാണ്. ഇദ്ദേഹം മത്സരിച്ചു. ഞങ്ങൾ ഇദ്ദേഹത്തെ പിന്മാറ്റാൻ നോക്കി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ കണ്ണന്താനത്തിന് ജയിക്കാൻ വേണ്ടി എൻ്റെ മത്സരം ഒരു സഹായമാകുമെന്ന് പറഞ്ഞു. അന്ന് അത്തരത്തിൽ ഞങ്ങളെ മത്സരിച്ച് UDFന്റെ വോട്ട് പിടിച്ച് സഹായിച്ച് ഞങ്ങളെ വിജയിപ്പിച്ചാണ്. ജോർജ് കുട്ടി ആസ്തിയോടാണ് ചോദ്യം. താങ്കളെ കുറിച്ച് ഈ മണ്ഡലത്തിൽ പറഞ്ഞു വരുന്നത് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പറന്നിറങ്ങുന്ന ദേശാടന പക്ഷി എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം നിങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമായി വരിക, അല്ലെ സ്വതന്ത്രനായി വരിക. അതിന്റെ കാരണം നിങ്ങൾക്ക് ഈ വചനപ്രഘോഷവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലുള്ള മലയാളി സുഹൃത്തുക്കളുടെ ആ ബന്ധം ഉപയോഗിച്ച് യാതൊരു പണം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നു, ഇലക്ഷൻ നിങ്ങൾക്ക് ഒരു ചാകരക്കാരമാണെന്ന് പറയുന്നു. അതിനെപ്പറ്റി നിങ്ങളുടെ മറുപടി എന്താണ്? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കാമല്ലോ. എവിടുന്നൊക്കെ ചാകര എങ്ങനെയൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നെന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എന്റെ ജീവിതത്തിൽ എന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കിടപ്പുണ്ട്. അവിടെ വരുന്ന പണം ഉന്നയിക്കരുത്. സാമ്പത്തിക സ്രോതസ്സുകൾ എല്ലാം തന്നെ അന്വേഷിക്കണം. സാമ്പത്തിക സ്രോതസ്സുകൾ എല്ലാം തന്നെ അന്വേഷിക്കണം. വീണ്ടും ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ആർക്കും അറിയില്ലാത്തൊരു കാര്യമുണ്ട്. 9 തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലും മൂവാറ്റുപുഴ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലും ജീവൻ പണയം പെടുത്തി മത്സരിക്കാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഇന്ന് ഐക്യജനാധിപത്യ മുണ്ടക്കയം പഞ്ചായത്തിന്റെ കീഴിൽ 5 സ്കൂളുകളാണുള്ളത്. ഏതാണ്ട് 535 കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. കഴിഞ്ഞ തവണ മുണ്ടക്കയം ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണുന്ന ഈ സ്കൂളിൽ ഒരു +2 വേണ്ടിയിട്ട് അപേക്ഷ നൽകി. ഇത് PC ജോർജ് സാർ MLA എന്ന നിലയിൽ മറുപടി പറയേണ്ട കാര്യമാണ്. എങ്കിലും ഉല്ലാസ് സാർ ഉൾപ്പെടുന്ന ഒരു സ്കൂളുണ്ട്, ഗ്രേസി മെമ്മോറിയൽ സ്കൂള്. അത് ഈ പഞ്ചായത്തിലല്ല, പാറത്തോട് പഞ്ചായത്തിലാണ്. പിന്നെ നിങ്ങൾക്കുള്ള ഒരു സ്കൂള് താങ്കൾ ജോലി ചെയ്യുന്ന CKMHS ഹൈസ്കൂളാണ്. താങ്കൾ ഉൾപ്പെടുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരു ഇൻജക്ഷൻ ഓർഡർ മേടിച്ചിട്ടുണ്ട്. CMS ഹൈസ്കൂളിന് +2 കൊടുക്കരുത് എന്നാണ്. അതിൻ്റെ ആവശ്യം നിങ്ങൾ പറഞ്ഞേക്കുന്നത് പാറത്തോട് പഞ്ചായത്തിൽ ഈഴവരാണ് കൂടുതൽ, മുണ്ടക്കയം പഞ്ചായത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ കുറഞ്ഞ സമുദായമാണ്, എണ്ണം കുറഞ്ഞ ആളുകളാണ് CSI സഭയെന്ന. അർഹമായ രീതിയിൽ മുണ്ടക്കയത്തിന് ഉൾപ്പെടെയുള്ള +2 സ്കൂളിന് വരത്തക്ക രീതിയിലേക്കുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക കേട്ടോ. അത് പഠിക്കണം. അതാണ് സിസിയാം. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. താങ്കൾ ഇവിടെ മത്സരിക്കുന്നത് എന്തിനാണ് സിസിയാം? എനിക്കുള്ള പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ഇപ്പം മറ്റുള്ളവർ ഉറ്റുനോക്കുന്നത്. കാരണം നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു, അഴിമതിക്കെതിരെ ഒരാൾ ചെയ്യുന്നതായിട്ട് പറഞ്ഞു. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും പരസ്പരം 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ അഴിമതിയുടെ കാര്യം, 25,000 രൂപയുടെ അഴിമതിയുടെ കാര്യം, 1.5 കോടി രൂപയുടെ അഴിമതിയുടെ കാര്യം പരസ്പരം ചെയ്തുവെന്നും എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം പോലും കോടികളുടെ കൊള്ള നടത്തിയ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായാണ് താങ്കളുടെ മത്സരിക്കുന്നത്. പാർട്ടിയുടെ പ്രതിനിധി എന്നതിലുപരി പറയൂ, താങ്കൾ ഉത്തരം പറയൂ. ഞാൻ ആരോപണം ഉന്നയിച്ചു എന്ന് വ്യക്തമായിട്ട് ആരോപണം ഉന്നയിച്ചതല്ല. തൃണമൂലിലെ നേതാക്കൾ പണം വാങ്ങുന്ന വീഡിയോ പുറത്തു വന്നതാണ്. ഒരു ആരോപണമൊന്നുമല്ല അത്. അഴിമതിക്കെതിരെ പോരാടാൻ താങ്കൾ എടുത്ത പ്ലാറ്റ്ഫോം അങ്ങേയറ്റം റോങ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ KM മാണിയുടെ പാർട്ടിയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ജോർജ് കുട്ടി ആസി സാറും അതുപോലെ തന്നെ കുറ്റം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ശരിയായ ബദൽ വെക്കില്ല. ശരിയായ ബദൽ എന്നിലുണ്ടായ പോരെ, ഞാനുണ്ടായാൽ പോരെ? സ്വതന്ത്രമായിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് താങ്കൾ ശരിയായ ബദൽ മുന്നോട്ട് വെക്കുമെന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ UDF ഗവൺമെന്റും അതുപോലെ LDF ഗവൺമെന്റും ഇരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 4.25 ലക്ഷം 4.9 വർഷം MLA ആയിരുന്ന PC ജോർജ് ഇതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ മുണ്ടക്കയത്തെ താലൂക്ക് ആശുപത്രി ആക്കുവാൻ പോയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ പോലും നിയമിക്കാനായിട്ട് ആരോഗ്യ മേഖലയിൽ PC ജോർജിന്റെ കൈ എത്താത്ത സ്ഥലങ്ങളില്ല. ഒരാശുപത്രിയിൽ ഒരു ഡോക്ടർ സമയത്ത് വന്നില്ലെങ്കിൽ അതുപോലും നേരിട്ട് ചെന്ന് പരിശോധിക്കുവാനുള്ള ആർജവവും ധൈര്യവും കേവലമായ ചോദ്യങ്ങളല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. 2010 പിന്നെ ഉല്ലാസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പൂഞ്ഞാർ സൗത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അന്നവിടെ പരാജയപ്പെട്ടു. രണ്ടാമത് ഇപ്പം കഴിഞ്ഞ 2015 ജില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്ന് ആരാഞ്ഞു ഞങ്ങളോട്. അപ്പൊ അങ്ങനെ LDF അല്ല CPM ആ നിലയിൽ ആരാഞ്ഞൊരു വ്യക്തി ഇപ്പം
ഇന്ന് പെട്ടെന്ന് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ BDJS സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഈ താങ്കൾ മുമ്പേ പരമാവധി ചോദിച്ച എല്ലാ ചോദ്യത്തിന് സമയത്തും എല്ലായിടത്തും സ്ഥാനാർത്ഥം പ്രസാദ് ചേട്ടന്റെ വെറും ആരോപണം മാത്രമാണ്. പ്രസാദ് ചേട്ടൻ നല്ലത് വെറും ആരോപണം മാത്രമാണ്. 2010 മത്സരിച്ചു ഉല്ലാസിന് ഒരു പ്രശ്നമുണ്ട്. ഉല്ലാസ് ഈ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേണ്ടി പ്രസംഗിച്ച. അപ്പൊ ഗുജറാത്തിന്റെ യഥാർത്ഥ ചിത്രം ഉല്ലാസിന് അറിയാം. ആർക്ക് കക്കൂസുണ്ട്, ആർക്ക് വീടുണ്ട്. മോദി പറക്കുന്നതാണോ ഇന്ത്യ മോദി പറക്കുന്നുണ്ട്, പൊങ്ങുന്നുണ്ട്, ഇന്ത്യ പൊങ്ങുന്നുണ്ടോ എന്നൊക്കെ ഉല്ലാസ് നന്നായിട്ട് ഞങ്ങളോട് പറഞ്ഞു. PC ജോർജിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. ചീഫ് വിപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചത് 25-30 ആളുകളാണ് എന്ന് പറഞ്ഞാൽ 75,000 രൂപ മുതൽ 1 ലക്ഷം 1.25 ലക്ഷം രൂപ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ക്ലർക്ക് എന്നും പറഞ്ഞെല്ലാം മേടിച്ചു. കേരളത്തിലെ ഖജനാവിലെ പണം തൂത്തടിച്ചു. എന്നാൽ ഇവിടെ കർഷക തൊഴിലാളികൾക്ക് 300-600 രൂപ പെൻഷൻ കൊടുക്കാനില്ലായിരുന്നു, വികലാംഗർക്ക് പെൻഷൻ കൊടുക്കാനില്ലായിരുന്നു, വിധവകൾക്ക് പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റിന് പണമില്ലായിരുന്നു. ഈ ദൂരത്തിന് അദ്ദേഹം കൂട്ടുനിന്നിട്ട് ഇപ്പൊ അതേക്കുറിച്ച് എന്താണ്? ഈ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് കൂടിയായിരുന്നു. അങ്ങനെ എന്ന് പറയുന്ന പദവിക്ക് ക്യാബിനറ്റ് റാങ്ക് നൽകിയതും ആ ക്യാബിനറ്റ് റാങ്കിൽ മന്ത്രിമാർക്ക് തുല്യമായി സ്റ്റാഫുകളെ നിയോഗിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തതും ഈ കഴിഞ്ഞ UDF ഗവൺമെന്റ് അല്ല. ചീഫിന് ആവശ്യമായ പേഴ്സണൽ സ്റ്റാഫ് മെമ്പേഴ്സിനെയും ക്യാബിനറ്റ് റാങ്കും അനുവദിച്ചു കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും സംയുക്തമായി അനുവദിച്ചു കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഒരു വാർത്ത കണ്ടു. ഉമ്മൻചാണ്ടി ഈ മുണ്ടക്കയത്ത് വന്ന നിങ്ങളുടെ കൺവെൻഷൻ ഉൾക്കാണ് ഞാൻ പ്രസംഗിച്ച വാർത്തയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ പോകുന്നത്. ജോർജ് കുട്ടിയാസിയുടെ സ്വഭാവവും PC ജോർജിന്റെ സ്വഭാവം ഒത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജോർജ് കുട്ടിയാസിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നാണ് ആ വാർത്തയെ ഞാൻ വായിച്ചത്. എന്റെ ചോദ്യം കേൾക്കണം. എന്റെ ചോദ്യം എന്താണ് ചോദ്യം? ഞാൻ പറയാം. സരിതാ നായർ ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുവാണെന്നവരിൽ നിങ്ങൾ എന്തിനാ അതിന് മറുപടി പറയും? ഞങ്ങൾ ആരും അത് വിശ്വസിച്ചിട്ടില്ല. അതുപോലെ തരംതാണ് വർത്താനം ഉമ്മൻചാണ്ടിയെ പറയുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടാമത് ആ കൺവെൻഷനെ പൊറോനപ്പുഴയുടെ മുറ്റത്തെ മദ്യക്കുപ്പി കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. മദ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന നിങ്ങൾക്ക് അതേപ്പറ്റി എന്ത് പറയാനുള്ളത്? നിങ്ങൾക്ക് ആദ്യം പറയേണ്ടത് നിങ്ങൾ മദ്യപാനം നിർത്തണമെന്നായിരുന്നു. നിങ്ങൾക്ക് എന്താ പറയാം അത് പറയാനുണ്ട്, അതിനെക്കുറിച്ച് പറയാനുണ്ട്. വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ഉറവിടം അന്വേഷിച്ചു പോവുകയാണ്. വീഡിയോ ഉണ്ടാക്കിയവരൊക്കെ അകത്താവും, യാതൊരു സംശയവും ഇല്ല. ആ വീഡിയോ കൃത്യമായി ഉണ്ടാക്കിയവർ അകത്താവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഏത് രീതിയിലുള്ള വികസന കാഴ്ചപ്പാടാണ് നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്നത് 3 മുദ്രാവാക്യമാണ്. ഒന്ന്, ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയും വർഗീയതയും, അതിനെതിരെ മതനിരപേക്ഷതയ്ക്ക് എന്നും സ്ഥാനമുള്ള കേരളം ആ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതിൽ ജനങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കണം. രണ്ടാമത്, ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. ആ ഐക്യജനാധിപത്യ മുന്നണിയുടെ അഴിമതി കഥകളും അശ്ലീല കഥകളും വികസനത്തിന്റെ കാഴ്ചപ്പാടും ഒക്കെ നമുക്കറിയാം. കണ്ടത്തിൽ മെട്രോ ട്രെയിൻ ഓടിച്ച പാർട്ടികളാണ് ഇവര്. കാട്ടിൽ കൊണ്ട് മറ്റേ യുദ്ധകാലത്ത് മാത്രം ഇറക്കാൻ കഴിയുന്ന സ്ഥലത്ത് വിമാനം ഇറക്കി വികസനം കാണിച്ചവരാ. ഈ 5 വർഷക്കാലവും ഇവർ അഴിമതിക്ക് വേണ്ടി തുരഞ്ഞിറങ്ങിയായിരിക്കും. ജയിലിൽ കിടക്കുന്ന സന്തോഷ് മാധവന് ഭൂമി എഴുതി കൊടുത്തവരാ. അതുപോലെ ഇവിടെ വഴിക്കടം എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ വീട്. അവിടെ 106 പേർക്ക് പട്ടയമില്ലായിരുന്നു. ഈ PC ജോർജ് മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തേരെ, ഞങ്ങൾ പട്ടയത്തിന്റെ കാര്യം ശരിയാക്കി തന്നോളാം, അങ്ങോട്ട് വീട്ടിലോട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് സത്യമാണോ എന്ന് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിക്കണം. അദ്ദേഹം ഇവിടെ വരണമായിരുന്നു, PC ജോർജ് ഈ വേദി വരണമായിരുന്നു. എന്നിട്ട് ചെയ്തത് എന്തെന്ന് കേൾക്ക. ഇത് ജയിച്ചു പോയതിനു ശേഷം ഇന്നേ വരെ വഴിക്കടവിൽ ഇനി വോട്ട് ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ പെണ്ണുങ്ങൾ കുറ്റിച്ചോലിന് അടിക്കുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പട്ടയ പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഏഞ്ചൽ വാലി പോലെയുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വഴിക്കടവ് പ്രദേശങ്ങളിലും പട്ടയം ലഭ്യമാകുന്നതിന് വേണ്ടി ശ്രീ PC ജോർജ് നടത്തിയ പോരാട്ടങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമെന്ന് കണ്ടപ്പോൾ ശ്രീ ആന്റോ ആന്റണി MP ഇടപെട്ടുകൊണ്ട് ഈ പട്ടയം ലഭ്യമാകാതിരിക്കുന്നതിന് വേണ്ടി PC ജോർജിനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പട്ടയം നിഷേധിച്ചതിന്റെ ഉത്തരവാദിത്വം ആന്റോ ആന്റണിക്കും ഈ UDFന്റെ സ്ഥാനാർത്ഥിക്കുമാണെന്ന് പറയാൻ ജോർജ് കുട്ടി സാറിനോടാണ് എന്റെ ചോദ്യം. പൊതുവിൽ ഒരു പറച്ചിലുണ്ട്,
സാറ് അറക്കൽ പിതാവിൻ്റെ ഒരു നോമിനിയാണെന്ന്. അപ്പോൾ സാർ ഭരണത്തിലേക്ക് വന്നാൽ മതനിരപേക്ഷമായ ഒരു കാഴ്ചപ്പാടായിരിക്കുമോ എടുക്കുന്നത്? എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാവരുടെയും നോമിനിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും നോമിനിയാണ്. കാരണം മോക്കറിയത്തില്ല, മോളെൻ്റെ സുഹൃത്തിൻ്റെ മോളാണ്. ഇവിടെ നബിദിനത്തിൽ പ്രസംഗിക്കുന്നത് 2 വർഷം മുമ്പ് എന്നെ അവർ വിളിച്ചിരുന്നു. ഇവിടുത്തെ ജമായത്ത് SNDP യോഗത്തിൻ്റെ വിവാഹ ഒരുക്ക സെമിനാറുകളിലൊക്കെ ഞാൻ സജീവ സാന്നിധ്യമാണ്. ജോർജ് കുട്ടി അഗസ്തി, അവസാനിപ്പിക്കും മുൻപ് താങ്കൾക്ക് 1 മിനിറ്റ് സമയം. എന്തിനാളുകൾ UDF-ന് പൂഞ്ഞാറിൽ വോട്ട് ചെയ്യണം? അഴിമതിക്കെതിരെ ജാഗ്രതയോടെ ഇരിക്കുന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ വിവാദങ്ങളില്ലാത്ത വികസനം ജനങ്ങളുടെ അവകാശമാണ്, നികുതിദായകന്റെ അവകാശമാണ്, ജനനേതാവിന്റെ ഔദാര്യമല്ല എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കും. പൂഞ്ഞാറിന്റെ സമഗ്രമായ സമഞ്ജസമായ മുന്നേറ്റത്തിന് വേണ്ടിയാണ് NDA നിലകൊള്ളുന്നത്. ഇവിടുത്തെ എല്ലാ സാധാരണക്കാരായ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വെള്ളമില്ലാത്തവർക്ക് വെള്ളം, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം, മുണ്ടക്കയത്തിൻ്റെയും എരുമേലിയുടെയും മിരാറ്റുപേട്ടയുടെയും ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ടൂറിസം മേഖലയിലേക്കുള്ള വമ്പിച്ച ചുവടുവെപ്പ്, പൊതു ശ്മശാനം തുടങ്ങി ജനകീയമായിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്ക് വേണ്ടി NDAക്ക് വോട്ട് ചെയ്യുക എന്നതാണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ നാടിനെ വർഗീയതയുടെ കേന്ദ്രമാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ കേരളം മതേതരത്വത്തിൻ്റെ ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ ഒരു തരത്തിലും വർഗീയമായ ചേരിതിരിവുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ജനശക്തി ഉണർന്നു വരണം. കഴിഞ്ഞ UDF ഗവൺമെന്റ് എന്ന് പറഞ്ഞ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഗവൺമെന്റാണ്. ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതാണ് LDF വരും, എല്ലാം ശരിയാകും. രാഷ്ട്രീയ മേലാളന്മാർ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയാൽ അത് കഴുതയെ പോലെ ചുമക്കുകയില്ല പൂഞ്ഞാർ. കുതിരക്കുട്ടികളെ പോലെ പൂഞ്ഞാർ നിയോജകമണ്ഡലം രാഷ്ട്രീയ മേലാളന്മാരുടെ സ്ഥാപിത താല്പര്യങ്ങളെ അടിച്ചമർത്തും. ആർക്ക് പിന്തുണ നൽകുമെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും. കേരള കുരുക്ഷേത്രം പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ പൂർണ്ണമാവുകയാണ്. ഈ ചർച്ചയുടെ സ്വഭാവം ഇവിടുത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ആഴം വ്യക്തമാക്കി തരുന്നുണ്ട്. വീണ്ടും അടുത്ത മണ്ഡലത്തിൽ കാണാം. നന്ദി, നമസ്കാരം.